ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ബിരിയാണിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള കസേഴ്സ്, പിന്നെ 1 ടീസ്പൂൺ സാജീരകം, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്സും കുറച്ച് റൈസിൻസും, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു അരമണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 3 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടുകയും ചെയ്യും. ഈ സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന നേരത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള മസാല തയ്യാറാക്കി വെക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, 12 പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാല ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ശരിക്കും ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറും ഒന്ന് ശരിക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ മസാല വഴറ്റിയെടുക്കണം. അപ്പോഴേ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മസാല ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല പൊടികളൊന്നും ചേർക്കാതെയാണ് ഈ കളറ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഈ മസാലയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ വേറെ മുളക് പൊടിയോ വേറെ മസാലകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബിരിയാണികൾ നമ്മൾ പല വിധത്തിലും ബിരിയാണികൾ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ ബിരിയാണി. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് എടുക്കുമ്പോൾ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ സാധാരണ കറി കട്ട് എന്നുള്ള പീസായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആ ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അധികം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു സ്പൂണെങ്ങാനും ചേർത്താൽ മതിയാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചിക്കൻ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇപ്പോൾ ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചിക്കനിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ തിളച്ച് വരുമ്പോഴേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ് വന്നിട്ടുള്ളത്. ഇതൊന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും കാഷ്യൂനട്ടും ഒക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ തന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും കസേഴ്സും ഒക്കെ കൂടെ ഇതിലേക്ക് ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശരിക്കും പണ്ടുള്ളവരൊക്കെ ആ അമ്മിയിലാണ് ഇത് ശരിക്കും അരച്ചെടുക്കുന്നത്. അപ്പോഴേ കറക്റ്റ് നല്ല പാകത്തിന് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ മിക്സിയിൽ അരച്ചാലും ഒരുപാട് അരിഞ്ഞ് കിട്ടുകയൊന്നുമില്ല. എന്നാലും നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കാഷ്യൂനട്ട് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ പിന്നെ കുക്ക് ചെയ്യരുത്. കാര്യം കാഷ്യൂനട്ടൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിപ്പോൾ ഈ ഒരു പാകത്തിനൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഒരു ബിരിയാണി പോട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ കാഷ്യൂനട്ട്സിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം കാഷ്യൂനട്ട്സ് ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. റൈസിൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് റൈസിൻസ് രണ്ടാമത് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സൂഫിയാനി ബിരിയാണിയുടെയൊക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണത്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഈ ഒരു പാകത്തിന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കുള്ളൂ നമ്മുടെ ബിരിയാണിക്ക്. മല്ലിയിലയും പുതിനയും പച്ചക്ക് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ എണ്ണയിൽ വഴറ്റി ചേർക്കാൻ നേരത്ത്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുറച്ച് കുരുമുളക്, തക്കോലം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് അരി അളന്നെടുത്തിട്ടുള്ളത്. 1 കിലോ അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ബൗളിൽ അളന്നെടുക്കുക. എന്നിട്ട് ആ ബൗളിൽ അതിൻ്റെ ഡബിളായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അതായത് 1 ബൗൾ അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 ബൗൾ വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ 2 ബൗൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കിലോ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സെല്ല റൈസാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന റൈസാണ് സെല്ല റൈസ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വനസ്പതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വനസ്പതിയൊക്കെ പണ്ടുള്ളവരൊക്കെ മിക്കവരും വനസ്പതിയും നെയ്യും കൂടെ ചേർത്ത് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം മിക്കവരും അങ്ങനെ വനസ്പതി ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ വനസ്പതിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ബിരിയാണിക്ക്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരു ബൗളിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ അല്ലെങ്കിൽ റോസ് എസൻസ് ചേർത്താലും മതി. ഈ റോസ് വൈറ്റ് എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെറുതായിട്ട് ആ വെള്ളം ഒന്ന് വലിഞ്ഞു വരുന്നവരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. അത് കുഴപ്പമില്ല. കാര്യം നമ്മൾ ദമ്മിലിടുമ്പോഴേക്കും ആ വെള്ളം ശരിക്ക് വറ്റി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിതിൽ നിന്ന് പകുതി റൈസ് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കി പകുതി വെച്ചിട്ട് വേണം നമുക്കിതിൽ ദമ്മിടാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മുഴുവനും വെള്ളം വറ്റി തീരേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ബിരിയാണി എന്ന് പറയുമ്പോൾ ശരിക്കും ആ മസാലയും റൈസും കൂടെ ശരിക്കും ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലായിരിക്കുള്ളൂ ഒരു ബിരിയാണി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ബിരിയാണിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് വെള്ളം വറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ദമ്മിലിടുമ്പോഴേക്കും ഈ റൈസും ഈ മസാലയും കൂടെ കിടന്ന് ശരിക്കും വറ്റി കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് ആ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 kg നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ 6 kg നെയ്യ് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നെയ്യ് ഒരു 2 ടീസ്പൂണോളം നെയ്യ് എല്ലാ ഭാഗത്തേക്കും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാളയും മല്ലിയിലയും പുതിനയിലയും കൂടെ ഉള്ളതും കുറച്ച് നട്ട്സും റൈസിൻസും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസും റോസ് വാട്ടറും കൂടിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ പണ്ടൊക്കെ ശരിക്കും ഫുഡ് കളറും കൂടെ ചേർക്കുമായിരുന്നു. ഫുഡ് കളർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കളർ ചേർക്കാതിരുന്നത്. ഇനി നമ്മുടെ ചിക്കൻ മസാല ഇതിന് നടുവിലായി എല്ലാ ഭാഗത്തേക്കായിട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല സ്പ്രെഡ് ആവുന്ന വിധത്തിൽ വേണം ഇത് വെക്കാനായിട്ട്. മസാലയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്ര ഡ്രൈ അല്ല, കുറച്ചൊരു വെറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ മസാല എടുത്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ബിരിയാണി ഒന്ന് ആ ഒരു കുഴഞ്ഞ ഭാവത്തിലാണ് ഈ ബിരിയാണി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റൈസ് മസാല ഇതേപോലെ തന്നെ ചെറിയ ഒരു വെറ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യും റൈസിൻസും കാഷ്യൂനട്ട്സൊക്കെ വറുത്ത് വെച്ചതും സവാളയും ഒക്കെ കൂടെ ഇതിന് മുകളിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി അങ്ങനെ ബിരിയാണി കുഴഞ്ഞ് ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ശരിക്കും ഈ റൈസിൽ നിന്നാണെങ്കിലും ആ വെള്ളം ശരിക്കും ഒന്ന് വറ്റിച്ചെടുക്കുക. അതുപോലെ തന്നെ മസാലയാണെങ്കിലും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കാര്യം നമ്മൾ റൈസിന് ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൈസ് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ബിരിയാണി ദമ്മിൽ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ മസാലച്ചോറോട് കൂടി കിട്ടണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ മിക്ക ബിരിയാണിയിലും റൈസിലേക്ക് ശരിക്കും ആ ചിക്കൻ്റെ മസാലയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊരു കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ബിരിയാണി ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആ റൈസിലേക്ക് ആ മസാലയുടെ ടേസ്റ്റ് ശരിക്കും പിടിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മിക്കവർക്കും മസാലയോട് കൂടിയുള്ള ചോറായിരിക്കും മിക്കവർക്കും ഇഷ്ടമുള്ളത്. എനിക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. മസാലച്ചോറാണോ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ വൈറ്റ് റൈസായിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതൊരു പ്രത്യേക തരം ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരിക്കുള്ളൂ. പിന്നെ അപ്പോൾ ഇതിന് മുമ്പുള്ള എൻ്റെ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ വരെ ഇതൊന്ന് മൂടി വെച്ച് ആവിയേറ്റി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിന് മുകളിൽ വേണം ഇനി ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ വരെ ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അരമണിക്കൂർ വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ ശരിക്കും ആ വെള്ളമൊക്കെ വറ്റി വരുള്ളൂ, ആ ചിക്കനിലേക്ക് ആ റൈസും ചിക്കൻ്റെ ടേസ്റ്റും ഒക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അരമണിക്കൂർ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ബിരിയാണിയിലേക്ക് ആവിയൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല മസാലയോട് കൂടിയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.